ഞാൻ വിചാരിച്ചിരുന്നത് പോലെ തന്നെ ചാപ്പാട് അസലായിട്ടുണ്ട്. ചിക്കൻ കറി ഉഗ്രൻ. അയ്യോ മതി, പ്ലീസ്. ഉഗ്രനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല, എത്ര രുചിയുള്ള ആഹാരമായാലും ശരി, ഞങ്ങൾ പാട്ടുകാരധികം ഭക്ഷണം കഴിച്ചു വയറ് വണ്ണം വെക്കും. അപ്പൊ ശ്വാസം മുട്ടും, പിന്നെ പാടാൻ വയ്യാതെ. എന്നാലും എടുത്തേക്കാം. അത് വേണ്ട, അവിടെ ഇരുന്നോട്ടെ. വയറ് വണ്ണം വെച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇത് മുഴുവൻ ഞാൻ കഴിക്കും. എന്തുകൊണ്ടാണെന്നോ, ഈ അടുത്ത കാലത്തെങ്ങും ഇത്ര രുചിയുള്ള ആഹാരം ഞാൻ കഴിച്ചിട്ടില്ല. വീട്ടിൽ പയ്യൻ വെക്കുന്ന ചാപ്പാട്. എങ്കിൽ ഒരു വിവാഹം കഴിച്ചുകൂടെ? എന്താണോ ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, വരട്ടെ, ആലോചിക്കാം. ആട്ടെ, നീ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? 10-12 ദിവസം കാണും. ആ ദിവസങ്ങളിൽ നിനക്ക് ഇവിടെ ഒന്നും കഴിച്ചൂടെ? എപ്പോഴും പറ്റിയെന്ന് വരില്ല. 10-12 പടത്തിന്റെ റെക്കോർഡിംഗ് തന്നെയുണ്ട്. പിന്നെ 4-5 ഗാനമേള. അതിനിടയിൽ സൗകര്യം കിട്ടുമ്പോൾ ഞാൻ വരാം. അപ്പൊ ഊണിലെന്ന് പറഞ്ഞു കളരുത് കേട്ടോ. ഈ റെക്കോർഡിംഗ് എനിക്കൊന്ന് കാണണമല്ലോ. ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എവിടെ വെച്ചായിരിക്കും റെക്കോർഡിംഗ്? തിരുവനന്തപുരത്ത് ആകെ 2 റെക്കോർഡിംഗ് തിയേറ്ററിലേ ഉള്ളൂ. ചിത്രാഞ്ജലിയും തരങ്ങണി. അതിലേതെങ്കിലും ഒന്നിൽ വെച്ചായിരിക്കും. സൗകര്യം ഉള്ളപ്പോ പറഞ്ഞാൽ മതി, അപ്പൊ കാണാം. മതിയാക്കിയോ? എന്റെ പ്ലേറ്റ് നോക്കിയേ, ക്ലീൻ ക്ലീൻ. സത്യം പറയട്ടെ, പണ്ട് കുടുംബത്തിലുണ്ടായിരുന്നൊരു പ്രതീതി, ആകെ ഒരു സന്തോഷം.
ആ ബൈ ദ ബൈ, അന്ന് റെക്കോർഡിംഗ് കാണാമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ നാളെ തരങ്ങണിൽ റെക്കോർഡിംഗ് ഉണ്ട്. കാണണമെന്നുണ്ടെങ്കിൽ ഗോപിയേട്ടനെ കൂട്ടി വരൂ. തീർച്ചയായും വരും. റെക്കോർഡിംഗ് ചെയ്യോ? ശല്യം. തനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇത് തന്നെയാണ് കുഞ്ഞെ എന്റെ ജോലി. എടോ, ഇന്നലെ തന്റെ വലതുകാലിലായിരുന്നല്ലോ ചുണ്ടൻ, ഇന്നത് ഇടതുകാലിലായോ? അയ്യോ സാറേ, ഇതൊരു തരം വാദമാ, മുടന്ത് വാദം. ഇടതും വലതും എല്ലാം ചിലപ്പോ മാറി മാറി വന്നെന്നിരിക്കും. ഇന്ന് ഇതിലാണെങ്കിൽ നാളെ മറ്റതിലായിരിക്കും. അതാ ഇതിന്റെ ലക്ഷണം. ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാൽ ഈ മുടന്നങ്ങ് മാറിക്കൊള്ളും. ഇന്നേ വരെ പോലീസുകാർ മുടന്ത് മാറ്റിയ ചരിത്രമില്ല കുഞ്ഞെ. മുടന്തുണ്ടാക്കാനാണെങ്കിൽ അവര് വിചാരിച്ചാ സാധിക്കും. ഒന്ന് നിർത്തണോ? അപ്പോ കാശ് തന്നാ എന്റെ ശല്യം ഉണ്ടാവൂല. പിന്നെ ഈ വഴിക്കൊന്നും എന്നെ കാണുകയുമില്ല. അയ്യോ ചേട്ടൻ, മോഹൻ പോയിക്കോളൂ. ചേട്ടൻ നീ എന്താ ഇവിടെ? കുറച്ച് കൂട്ടുകാരികളുമായി വന്നതാ. ചേട്ടൻ വരുന്നത് കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ചേട്ടൻ ഇവിടെ? ഞാൻ കുറച്ച് കാറ്റ് കൊള്ളാമെന്ന് കരുതി വന്നു. വരൂ. അയ്യോ, കൊച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇതാ കൊച്ചിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കൊച്ചി നാട്ടിലെങ്ങും ഉള്ളതല്ല. പുതിയതായിട്ട് വന്നായിരിക്കും അല്ലേ? ടൂറിസ്റ്റ് ആണോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, എന്നെ പോലൊരു പാവം മുടന്തന് 5 രൂപ ഈ നാട്ടിലുള്ളവർ തരില്ല. ഇവിടെ ഉള്ളവരെല്ലാം കണ്ണി ചോരയില്ലാത്തവരാ. മുടന്തനെ കണ്ടാലും പറയും തൊഴിലെടുത്തൂടെ, അല്ലെങ്കിൽ പോലീസിൽ പിടിപ്പിക്കും എന്നൊക്കെ. അലവലാദികളാ സാറേ, കാശിന് കൊള്ളാത്ത എരപ്പാളികൾ. ഞാൻ പോട്ടെ സാർ. പാവം അല്ലേ ചേട്ടാ? എണീറ്റ് നടക്കാൻ വയ്യാത്തവരാണ്. എന്തെങ്കിലും വിട്ടേച്ചു പോണേ. അമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, അയ്യോ അയ്യോ, 2 കണ്ണും കാണാത്തവരാണ്. എണീറ്റ് നടക്കാൻ വയ്യാത്തവരാണ്. വല്ലതും ഇട്ടേച്ചു പോണേ. അയ്യോ 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 അയ്യോ, 2 കണ്ണും കാണാത്തവനാണ്. എണീറ്റ് നടക്കാൻ വയ്യാത്തവനാണ്. രാജപ്പ, നീ ഇതെവിടെ പോയിരുന്നു? ഒന്ന് മൂത്രമൊഴിക്കാൻ പോയതാണ്. 2 കണ്ണും കാണാത്തവനാണ്. രാജപ്പ, നീ കണ്ണു തുറക്കടാ. ഞാനാണടാ പങ്കംപിള്ള. പങ്കംപിള്ള ചേട്ടനോ? എന്താ ചേട്ടാ? എടാ രാജപ്പ, നീ മൂത്രം ഒഴിക്കാൻ പോയപ്പോഴും നിന്റെ ശബ്ദം ഇവിടെ കേട്ടല്ലോടാ. അതെങ്ങനെ? അതൊരു സൂത്രമാ. നോക്കിയാട്ടെ, ഇതാണ് ടേപ്പ് റെക്കോർഡർ. ആവശ്യമുള്ളതെല്ലാം ഞാൻ ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, വല്ലതും തരണേ. 2 കണ്ണ്. എങ്ങനെ? കൊള്ളാം കൊള്ളാം. പക്ഷെ എന്തിനാടാ ഇത് ടേപ്പിലാക്കി വെക്കുന്നത്? നിനക്ക് വായില്ലേടാ ചോദിക്കാൻ? വാ കൊണ്ട് വിളിച്ച് വിളിച്ച് ചങ്ക് പൊട്ടി. തരുന്നവന്മാരും ഉണ്ട്, തരാത്തവന്മാരും ഉണ്ട്. അതുകൊണ്ട് ഇതും ഓൺ ചെയ്ത് തലയ്ക്കടി വെച്ചോണ്ട് ഞാൻ മൂടി പുതച്ച് കിടക്കും. ആവശ്യാനുസരണം ഇവൻ അങ്ങ് വിളിച്ചോളും. അപ്പൊ നിനക്ക് സുഖം. എന്തോന്ന് സുഖം. ഇതുകൊണ്ടൊന്നും ഇപ്പൊ രക്ഷയില്ല പങ്കൻ ചേട്ടാ. ദിവസം 10, 15, 25 രൂപ കിട്ടിയിട്ടും ചെലവിന് പോലും തികയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ തൊഴിലൊന്ന് വിപുലപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുക. ഇതൊക്കെ അതായത് ആരൊക്കെ വരുന്നു? പോ. ആര്? പോ. ആരെന്ന്? അയ്യോ, വല്ലതും തരണേ. 2 കണ്ണും കാണാൻ. വല്ലതും തരണേ. ഒന്ന് ദയ വിചാരിക്കണേ. എണീറ്റ് നടക്കാൻ വയ്യാത്തവരാണ്. ഹലോ, മിസ്റ്റർ മോഹൻ ഇല്ലേ? ആരാണ്? ലതയാണെന്ന് പറയൂ. പറയാം. ചേട്ടാ, ഫോൺ. ആരാ? ഒരു ലത. ഇതാ വരുന്നു. എന്താണല്ലേ? ആ, ഇന്ന് 4 മണിക്ക് കോഫി ഹൗസിൽ കാണാമോ? ഓ ഷുവർ.
4 മണിക്കല്ലേ? ആ ഞാൻ വരാം. ആരാ നേരത്തെ ഫോൺ എടുത്തത്? ഫോൺ എടുത്തത് ഇവിടുത്തെ വേലക്കാരിയാ. ആര്? സുധയോ? ഇതാണ് എന്റെ ഗേൾഫ്രണ്ട് ലത. നോക്കൂ എത്ര സുന്ദരിയാണെന്ന്. ആരാണ്? എന്റെ വീട്ടിനടുത്തുള്ളതാ. അവര് വല്ലതും തരണേ. അയ്യോ, 2 കണ്ണും കാണാത്തവനാണേ, വല്ലത് ഇട്ടേച്ച് പോണേ. 2 കണ്ണും കാണാത്തവനാണേ, ജോലി ചെയ്ത് ജീവിക്കാൻ രക്ഷയില്ലാത്തവനാണേ, എന്തെങ്കിലും തരണേ. അയ്യോ, എന്റെ ഈ കണ്ണിലോട്ടൊന്ന് നോക്കിക്കേ. ഡേയ്, 2 കണ്ണ് തുറക്കടാ. കണ്ണും കാണാൻ വയ്യാത്തവനാണേ. കണ്ണുറക്കടോ. അയ്യോ മുതലാളിയോ? ആ എന്താണോ കളക്ഷൻ കുറവ്? ഇരുന്ന് വിളിയടോ. വിളിക്കാം മുതലാളി. 2 കണ്ണും കാണാൻ വയ്യാന്ന് വിളി. കാണാൻ വയ്യേ. 2 കണ്ണും കാണാൻ വയ്യാന്ന് വിളി. 2 കണ്ണും കാണാൻ വയ്യേ. തന്നെ ഡിസ്മിസ് ചെയ്തളായി. അയ്യോ, തളർന്നു പോയ കാലാണ്, വല്ലതും തരണേ. അയ്യോ, തളർവാദം പിടിച്ച കാലാണ്. എന്തെങ്കിലും കൊടുക്ക് തരണേ ചേച്ചി. പെങ്ങളെ. അയ്യോ, ഞൊണ്ടിയാണ് പെങ്ങളെ. അയ്യോ, അച്ഛനമ്മമാരെ. അച്ഛനില്ലല്ലേ, പോട്ടെ. അയ്യോ, തളർന്നു പോയ കാലാണേ, വല്ലതും തരണേ. അയ്യോ, തളർവാദം പിടിച്ച കാലാണ്. മുതലാളി തൊണ്ടിയാണെന്ന് പറഞ്ഞ എഴുതാക്കാൻ ആളുകൾ തല്ലിക്കൊല്ലും. എങ്ങനെയുണ്ടോ ഇന്നത്തെ വരുമാനം? ഓ, തരക്കേടില്ല മുതലാളി. ആ വിളിച്ച് വിളിച്ച് ചങ്ക് പൊട്ടുന്നു. ഒരു ടേപ്പ് റെക്കോർഡർ എനിക്ക് വാങ്ങിച്ചു താ മുതലാളി. ഓ, നിങ്ങൾ 10-15 ഉലുവാ തരും, കിട്ടുന്നത് പാതി താൻ വെട്ടിക്കും. പിന്നെ എങ്ങനെയാണോ ടേപ്പ് റെക്കോർഡർ വാങ്ങിക്കുന്നത്? ഡോ, ചെയ്യുന്ന തൊഴിൽ പിച്ചയാണെങ്കിലും സത്യസന്ധമായിട്ട് ചെയ്യണം, തെണ്ടിത്തരം കാണിക്കരുത്. താ എന്നെ നോക്ക്, സത്യസന്ധമായിട്ട് തെണ്ടിയതുകൊണ്ടാ ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത്. മനസ്സിലായോ? കളക്ഷൻ എടു. ആ എന്താ വാടോ തുണിയുടെ അടിയില്? അയ്യോ മുതലാളി, ഞാൻ മറന്നു പോയതാ. വേല ഇറക്കരുത്. താ ഒരു പരമ തെണ്ടിയാണല്ലോ. അയ്യോ, കാലില്ലാത്തവനാണേ, വല്ലതും തരണേ. അയ്യോ, രോഗി എഴുന്നേക്കടോ. നാടല്ലടാ, കാലിലെ കെട്ടൂരിപ്പോ. എന്തുണ്ടടാ കളക്ഷൻ? ഇന്ന് വലിയ ഗുണം പോരാ മുതലാളി. ഗുണം പിടിക്കണമെങ്കിൽ ഉറക്ക നിലവിളിക്കണവടാ. നിലവിളിച്ച് ചങ്ക് പൊട്ടി. പൊട്ടട്ടെ, ചുമ്മാ പൊട്ടട്ടെ. ചുമ്മാ അല്ലല്ലോ, ദിവസവും ശമ്പളം എണ്ണി തരുന്നില്ലേ? നല്ലപോലെ വിളിക്ക്. വിളിക്കാം മുതലാളി. ആ പിന്നൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി പണ്ടത്തെ പോലെ കളക്ഷനും തന്നാ പോരാ. സൈക്കിള് വാങ്ങിച്ചിരിക്കുകയാണ്, കണ്ടല്ലോ. ആ നില മാറുന്ന അനുസരിച്ച് തെണ്ടണം. തെണ്ടിക്കോളാം മുതലാളി. ആ. അയ്യോ, കണ്ണ് കാണാൻ വയ്യേ. കണ്ണല്ലടാ കാല്. അതെ, കാല് വയ്യാത്തവനാണ്. അയ്യോ, എന്റെ കാലും പോയേ. കുരുടനാണേ, വല്ലതും തരണേ. കുരുടനാണേ, കുരുടനാണേ, വല്ലതും തരണേ. കണ്ണു തുറക്കടാ, ഇത് ഞാനാ മുതലാളി. അയ്യോ മുതലാളിയോ? എന്തുണ്ടേ കളക്ഷൻ? ഇത്രേ ഉള്ളു. ഇത്രേ കിട്ടിയുള്ളൂ മുതലാളി. ഇത്രേ കിട്ടിയുള്ളൂ. നീയാണ് എന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കള്ളത്തണ്ടി. നാളെ മുതൽ കളക്ഷൻ കുറഞ്ഞാ നിനക്കെന്നെ അറിയാമല്ലോ, എന്റെ പ്രകൃതം മാറും. വിളിയടാ മുതലാളി. എന്നെ അല്ലടാ, കണ്ണു കാണാൻ വയ്യ എന്ന് വിളി. 2 കണ്ണും കാണാൻ വയ്യാത്തവനാണേ, വല്ലതും തരണേ. ഹലോ ഹലോ, ലതയാണോ? എവിടുന്നാ? ഓക്കെ ലതേ, ഞാൻ അങ്ങോട്ട് വരണമെന്ന്. ലത പറയൂ. ശരി, ഞാൻ ഇപ്പൊ വന്നേക്കാം. ഹലോ, ആ റൂം നമ്പർ 23 ഒന്ന് വേണമല്ലോ. ഹലോ, സതീശല്ലേ? ആ ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. അതേടാ. ഇന്ന് നമുക്കൊരു പടത്തിന് പോവാം. ലവ് സ്റ്റോറിക്ക് ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏത് ഷോയ്ക്കാ? 3 മണിക്കുള്ള മാറ്റിനിക്ക്. ഇപ്പോ മണി 1 ആയുള്ളൂ. ആ നമുക്കൊരു കാര്യം ചെയ്യാനല്ലേ, ഇവിടെ അടുത്ത ഹോട്ടലിൽ എന്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. ദുബായിൽ നിന്ന് വന്നതാ. നമുക്കൊന്ന് പോയി കണ്ടേച്ചു വരാം. വേണ്ട, ഞാനില്ല. ഒരു 5 മിനിറ്റ് കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു പോരാം.
അവനിന്ന് വൈകിട്ട് മടങ്ങിപ്പോവും. രാവിലെ മുതൽ ഫോണിൽ വിളിക്കുന്നതാ. പ്ലീസ്. ശരി, വേഗം തിരിച്ചു പോരണം. ഓക്കെ? ഓക്കെ. നമ്പർ 23 ഏതാ? വരൂ. ഹലോ, ഇതാരും മോഹനോ? വരൂ, ഇരിക്കൂ ഇരിക്കൂ. അല്ല, ഇതാര്? തന്റെ വൈഫോ? വൈഫായില്ല, വിവാഹം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. പേര് ലത. ആ ലതേ, ഇതെന്റെ ഒരു പഴയ സുഹൃത്താണ്, മിസ്റ്റർ സതീഷ്. ദുബായിക്കാരനാ. ആ, തനിക്കെന്താണ് ഒരു പ്രയാസം? ഒന്നുമില്ല. ഇവരുമായി വരുന്ന കാര്യം തനിക്കൊന്ന് നേരത്തെ വിളിച്ച് പറയാമായിരുന്നല്ലോ. ഓ, അപ്പൊ വിളിച്ച് അനുവാദം ചോദിച്ചിട്ടേ വരാൻ പാടുള്ളൂ. അല്ല, പിന്നെ എനിക്ക് പറയണോ? 1:30 എയർപോർട്ട് വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അത് ശരി, അപ്പൊ ഞങ്ങൾ പോകണം അല്ലേ? ശരി, പോവാ. ഇരിക്കണോ, താൻ എന്തൊരാളാ? ഞാൻ അവനെ കണ്ടിട്ട് 1 മണിക്കൂറിനുള്ളിൽ വരും. അതിനായി. അപ്പൊ പോയിട്ട് വാ. ആ പിന്നെ, ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് പോയിക്കളല്ലേ? വേണ്ടായിരുന്നു, നമുക്ക് പോകാം. അത് ശരിയല്ല. ഇനി അവൻ വന്നിട്ട് നമുക്ക് പോവാം. എന്തിനാ കഥ കടയ്ക്കുന്നേ? അതെ, ഹോട്ടലല്ലേ, വരുന്നവരും പോകുന്നവരും ഒക്കെ നോക്കിക്കൊണ്ട് പോവും. പ്രത്യേകിച്ചും ഒരു പെണ്ണിരിക്കുന്ന കണ്ടാൽ.